ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളാണെങ്കിൽ ഇക്കുക്കുട്ടൻ്റെ പല്ലട ചടങ്ങ് നടത്താൻ പോവുകയാണ്. അപ്പോൾ ഈ പല്ലട ചടങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുഞ്ഞിന് പല്ല് വന്നതിന് ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ നീന്തി പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വച്ചിരിക്കും. അപ്പോൾ അതിലേതാണോ എടുക്കുന്നത്, അപ്പോൾ അത് അവൻ്റെ ഭാവിയിൽ അവന് എന്തിനോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതായിരിക്കും അവൻ എടുക്കുന്നതെന്നുള്ളൊരു വിശ്വാസത്തിൽ നടത്തുന്ന ചടങ്ങാണ്. അപ്പോൾ ഇവന് നേരത്തെ തന്നെ പല്ല് വന്നു, പക്ഷെ അവന് ഇഴഞ്ഞു തുടങ്ങിയത് താമസിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നടത്താൻ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഈ ചടങ്ങിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ നമ്മൾ ഈ വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ നമ്മൾ ഇക്കുവിൻ്റെ പല്ലട എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു ഡെക്കറേഷൻ ഐറ്റം പോലെ വാങ്ങിയതാണ്. ഇത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ ഉദയംപേരൂർ, അതായത് തൃപ്പൂണിത്തുറ ഉദയംപേരൂരുള്ള A4 പ്രിൻറ്റിങ് സൊല്യൂഷൻസ് ആണ്. അപ്പം കറക്റ്റ് സ്പോട്ട് നടക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇവൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി, അവർ നല്ല രീതിയിൽ ചെയ്തു തരും. അപ്പം നമ്മൾ ഒരു ഫോം ഷീറ്റിൽ ഇങ്ങനെ ഇക്കുവിൻ്റെ പല്ലട എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വലിയ തൂശനില അവൈലബിൾ ആണെങ്കിൽ വലിയ തൂശനില വെച്ചിട്ട് അതിൽ മഞ്ഞൾ കൊണ്ട് കൈകൊണ്ട് എഴുതിയാലും മതി. അപ്പം ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി, കാരണം നമുക്ക് ഇത്ര വലിയ തൂഷണൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യിച്ചത്. അപ്പോൾ ഇക്കുവിൻ്റെ പല്ലടയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, അതായത് ട്രഡീഷണൽ രീതിയിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊന്ന് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇത് സാധാരണ നമ്മളിവിടെ വെക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സാധാരണ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കുന്നത് അട, അതായത് മധുരത്തിന് വേണ്ടിയിട്ട് മധുരം എന്തെങ്കിലും വെക്കും. പിന്നെ പ്ലസ് നമ്മൾ പൈസ വെക്കും, ഗോൾഡ് വെക്കും, അതൊക്കെ സമ്പത്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മൾ കത്തി വെക്കും, പിന്നെ താക്കോൽ വെക്കും, ബുക്ക് വെക്കും, പേന വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഓപ്ഷണലായിട്ട് എന്ത് വേണമെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പം നമ്മളിവിടെ കുറച്ച് ഇതായിട്ട് ഒരു ടോയ് വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഒരു പിയാനോ ആണ്, അപ്പോൾ അവൻ്റെ ഒരു ടോയ് വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ്, ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഫ്രൂട്ട് ഐറ്റം എന്തെങ്കിലും ഒരു പഴം എന്നുള്ള രീതിയിൽ ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പെന്നാണ്. പിന്നെ നമ്മൾ ഒരു ഗോൾഡ് വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ പൈസ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ താക്കോൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കാറിൻ്റെ താക്കോലും പ്ലസ് വീടിൻ്റെ താക്കോലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും കരിയർ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ തന്നെ ലാപ്ടോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ലാപ്ടോപ്പ് ആണ് ഇനിയുള്ള ഒരു ലാപ്ടോപ്പും IT-യും സാങ്കേതിക വിദ്യയൊക്കെ കൂടെയാണ് ഇനിയുള്ള ഒരു ലൈഫിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലസ് ഇക്കുവിൻ്റെ അച്ഛന് ഒരു ഇടയ്ക്ക കലാകാരനാണ്, അദ്ദേഹം സോപാന സംഗീതം ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പം എന്തായാലും പുള്ളി ഇപ്പം തന്നെ അവന് കുറച്ച് പാടാനും ഒക്കെ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കു ഇതിൽ ഏത് എടുക്കും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇക്കുവിനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് വന്ന് എന്തായിരിക്കും എടുക്കുക എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. ഫൈനലി ഒരു ലാപ്ടോപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഭാവിയിൽ വലിയ എഞ്ചിനീയറോ അങ്ങനെ വല്ല ആയിരിക്കും. പൈസ എടുത്തു കേട്ടോ, കൂടെ പൈസ എടുത്തു. അപ്പോൾ പൈസ പ്ലസ് ലാപ്ടോപ്പാണ്. അപ്പം നിങ്ങൾ കണ്ടു, ഇക്കു ഇപ്പോൾ ലാപ്ടോപ്പാണ് എടുത്തത്. കാരണം പുള്ളിക്ക് എപ്പോഴും ലാപ്ടോപ്പിനോടൊരു ക്രേസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു IT ഡൊമൈൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, കുഞ്ഞു വയറ്റിൽ കിടന്നിരുന്ന സമയത്തൊക്കെ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്തോ പുള്ളിക്ക് ലാപ്ടോപ്പിനോടൊരു ഇത് തോന്നി, ലാപ്ടോപ്പ് എടുത്തു. അപ്പം നമ്മൾ ലാപ്ടോപ്പ് മാറ്റിയിട്ട് ഇനി അടുത്ത് വന്ന് ട്രൈ ചെയ്യാം, ഇനി എന്തായിരിക്കും കുഞ്ഞ് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് അത് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഇക്കുനെ വിടാൻ പോവുകയാണ്. അപ്പം അവൻ ഏതായിരിക്കും സെലക്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ോടൊന്നും ആഗ്രഹമില്ല. പേരെടുത്താ കൊണ്ടു നോക്കിയാ
ഇപ്പൊ പുള്ളി ഒറ്റയടിക്ക് പേന എടുത്തു, ക്യാഷ് എടുത്തു, പ്ലസ് ഇടയ്ക്ക് എടുത്തു. അപ്പം ഈ ഏതേലും ഒക്കെ ഒരു നിലയിലായിരിക്കും പുള്ളി എത്തുന്നത്. അങ്ങനെ അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ ബൈ.